കർത്താവിൻ്റെ അത് പരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. മന്ന ടെലിവിഷൻ്റെ ഈ എപ്പിസോഡിലൂടെ തിരുവചനം ശ്രവിക്കുവാൻ പ്രതീക്ഷയോടുകൂടി ആയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വരുന്നവനായ യേശുവിൻ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്പസമയം ചിന്തിക്കുന്ന വിശുദ്ധ വേദഭാഗം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഒന്നുകൂടെ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുവാൻ, പ്രാർത്ഥിപ്പാൻ, വചനം ധ്യാനിപ്പാൻ തന്ന നല്ല അവസരത്തിനായി സ്തോത്രപ്പ. കർത്താവെ, എഴുതപ്പെട്ടിരിക്കുന്ന വചനം കർത്താവെ പരിശുദ്ധാത്മാവിനാലാണല്ലോ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന മക്കൾക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ. ദൈവവചനം ദൈവത്തിൽ നിന്നുള്ള വലിയ വിടുതലുകൾ അനുഭവിക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവകൃപ കൂടെ ഇരിക്കണം. സകലതും എൻ്റെ കർത്താവ് നിയന്ത്രിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ആമേൻ. യഹോവ യുദ്ധം ചെയ്യുന്നതായ ഒരു സാഹചര്യം. ആർക്ക് വേണ്ടി? ഇസ്രായേൽ ജനത്തിന് വേണ്ടി. ദൈവത്തെ അനുഗമിക്കുന്ന, ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ദൈവത്തെ പിൻപറ്റുന്ന ജനത്തിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും എന്ന് അവൻ ഇവിടെ ആരാണ് സംസാരിക്കുന്നത്? ഹല്ലേലൂയ. വചനം പറയുന്നു, അതിൻ്റെ തൊട്ട് മുന്നത്തെ വാക്യം നാം വായിക്കുമ്പോൾ, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? നിങ്ങളെ അലട്ടിയിരുന്ന, നിങ്ങളെ പിടിച്ചമർത്തി വെച്ചിരുന്ന, നിങ്ങളെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ച, നിങ്ങളെ ഒരിക്കലും രക്ഷപ്പെടുവാനായിട്ട് സമ്മതിക്കില്ല എന്ന് വെല്ലുവിളിച്ച മിസ്രയീമ്യ ശക്തികളെ തകർക്കുവാനാണ് യഹോവ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അപ്പൊ യഹോവ യുദ്ധം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങൾ ഭയപ്പെടേണ്ട. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രയീമ്യരെ നിങ്ങൾ ഇനി ഒരു നാളും കാണുകയില്ല. ആമേൻ. ഇന്ന് കണ്ട, ഇന്ന് അനുഭവിച്ച, ഇന്ന് വന്ന ആ പ്രതികൂലങ്ങൾ, ആ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ വിചാരിച്ച പ്രശ്നങ്ങൾ ഇനി ഒരിക്കലും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യഹോവയാണ്. ഹല്ലേലൂയ. നീ കടന്നു പോകപ്പെട്ട സാഹചര്യമില്ലേ? ആമേൻ. ഒരിക്കലും പുറത്തു വരുവാൻ കഴിയത്തില്ല എന്ന് നീ ചിന്തിച്ച രോഗ അനുഭവങ്ങളില്ലേ? ആമേൻ. നിന്നെ ഞെരുക്കിക്കളയുമെന്ന് നീ ചിന്തിച്ച കടഭാരമല്ലേ? ആമേൻ. ഇതൊന്നും ഇനി നിന്റെ അടുക്കലേക്ക് വരത്തില്ല എന്ന് ആമേൻ വേദപുസ്തകം പറയുന്നു. എപ്പോഴാണ്? യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ. ആമേൻ. തകർത്ത് കളയുവാൻ ശ്രമിച്ച മിസ്രയീമ്യ ശക്തികൾക്കെതിരായി യഹോവ യുദ്ധം ചെയ്യുമ്പോൾ, ആമേൻ, ദൈവം നമുക്ക് രക്ഷ വരുത്തുമ്പോൾ ആ മിസ്രയീമ്യരെ ഇനി ഒരു നാളും നാം കാണുകയില്ല എന്ന് ആമേൻ ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നാം എപ്പോഴാണോ ദൈവസന്നിധിയിൽ ദൈവത്തെ ഏറ്റെടുക്കുവാനും ദൈവസന്നിധിയിൽ അനുസരിക്കുവാനും ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാനും മനസ്സ് വയ്ക്കുന്നത്, അപ്പോഴാണ് യഹോവയായ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ആമേൻ. അങ്ങനെ ദൈവം യുദ്ധം ചെയ്യുമ്പോൾ ആ മിസ്രയീമ്യ ശക്തികൾ നമ്മുടെ ജീവിതത്തെ പിന്നെ ഒരിക്കലും തകർക്കുവാനായിട്ട് കടന്നു വരത്തില്ല. കാരണം വചനം പറയുന്നു, ആ മിസ്രയീമ്യരെ ഇനി നിങ്ങൾ കാണുകയില്ല. ഹല്ലേലൂയ. ആമേൻ. നിന്നെ തകർക്കുവാൻ ശ്രമിച്ച, ആമേൻ, നിന്നെ ഒരിക്കലും രക്ഷപ്പെടുവാനായിട്ട് സമ്മതിക്കത്തില്ല എന്ന് വെല്ലുവിളിച്ച ആ പ്രതികൂലങ്ങൾ തകർന്നു പോകും. ആമേൻ. നിനക്ക് ഒരിക്കലും അവയെ ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് നിന്നെ തകർക്കുവാനായിട്ട് കടന്നു വരത്തില്ല എന്ന് ആമേൻ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ആമേൻ അവിടെ വചനം 22-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. അപ്പൊ ഇസ്രായേലിനെ വഴി നടത്തുമ്പോൾ ആമേൻ മോശ ദൈവത്തോട് ആമേൻ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരണം, ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ആമേൻ പുറപ്പെടുവാനായിട്ട് കഴിയത്തില്ല, പുറപ്പെടുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് ദൈവസന്നിധിയിൽ മോശ നിലവിളിക്കുമ്പോൾ ആമേൻ മോശയോട് യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ പോരും. ആമേൻ. അങ്ങനെ കൂടെ പോരുമ്പോൾ അതിന്റെ അടയാളമാണ് വചനം പറയുന്നു, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും യഹോവയുടെ സാന്നിധ്യം ഇസ്രായേൽ മക്കളോട് കൂടെ ഇരുന്നു, വിട്ടുമാറിയതേയില്ല. ഹല്ലേലൂയ. ആമേൻ. ഒരു മോശ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ, ഏത് പ്രതികൂലത്തിലൂടെ അവർ യാത്ര ചെയ്യേണ്ടി വന്നു എങ്കിലും, ഏത് മരുഭൂമിയിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു എങ്കിലും, വചനം പറയുന്നു, മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ദൈവത്തിന്റെ സാന്നിധ്യം പകലും രാവും അവരോടൊപ്പം ഉണ്ടായിരുന്നു.
ആമേൻ, അത് വിട്ടുമാറിപ്പോയതേയില്ല. ഹല്ലേലൂയ. നീ ഒരുപക്ഷെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടാകാം, എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും. ആമേൻ, ആ പ്രതിസന്ധികൾ നിന്നെ തകർത്ത് കളയാതെ നിന്നെ ഭദ്രമായി പുറത്തെത്തിക്കുവാനായിട്ട് ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു ദൈവസന്നിധിയിൽ ദൈവിക സാന്നിധ്യത്തിനായി നീ ആഗ്രഹിക്കുമ്പോൾ, ദൈവം തന്റെ ദൂതനെ നിന്നോട് കൂടെ അയക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വചനം ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്: അനന്തരം ഇസ്രായേല്യരുടെ സൈന്യത്തിനു മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുന്നിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. എപ്പോഴാണെന്നറിയാമോ? ഇസ്രായേൽ ജനം ഇതാ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ട് ചെങ്കടൽ കടക്കുവാനായിട്ട് പോവുകയാണ്. ആമേൻ. ചെങ്കടൽ കടക്കുക എന്നത് ഒരിക്കലും അവരുടെ തീരുമാനത്തിന് അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല, അവരുടെ ചിന്താമണ്ഡലങ്ങളിൽ നിൽക്കുന്നതല്ല ഈ ചെങ്കടൽ എങ്ങനെ കടന്നു പോകുമെന്ന്. ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരിക്കുന്നു, മുമ്പിൽ ചെങ്കടലാണ്, പിന്നിൽ ഫറവോന്റെ സൈന്യം അല്ലെങ്കിൽ മിസ്രയീം സൈന്യം തന്റെ പിന്നാലെയുണ്ട്. അപ്പൊ മുന്നോട്ട് പോകുവാനും കഴിയത്തില്ല, പിന്നിലേക്ക് തിരിഞ്ഞോടുവാനും കഴിയത്തില്ല, ആമേൻ, വശങ്ങളിലേക്ക് ചിതറി ഓടുവാനും കഴിയത്തില്ല. അവരുടെ യാത്ര മുഴുവനായി ബ്ലോക്കായി പോയി എന്ന് അവർ ചിന്തിച്ച സാഹചര്യം, അവർക്ക് പുറത്തേക്ക് എത്തുവാനായിട്ട് കഴിയത്തില്ല, അവർ തകർന്നു പോയി, ഇതോടെ സകലതും അവസാനിച്ചു എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ആമേൻ ഇസ്രായേൽ ജനം യാത്ര ചെയ്യുന്നത്. വചനം പറയുന്നു, അങ്ങനെ ആയിരിക്കുമ്പോഴും, മുന്നില് ചെങ്കടലായിരിക്കുമ്പോഴും, പിന്നിൽ ഫറവോന്റെ സൈന്യം ഇവരെ നശിപ്പിക്കുവാനായിട്ട് ഓടി അടുത്തു വരുമ്പോഴും, ആമേൻ, ഒരു വിധത്തിലും രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തില്ല എന്ന് ചിന്തിച്ച്, അകപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച് ആയിരിക്കുന്ന സാഹചര്യത്തിലും ദൈവിക സാന്നിധ്യം മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ തേജസ്സിലേക്ക് നോക്കുവാൻ, ഈ ദൈവത്തിന്റെ മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി കൂടെയുള്ള സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ ഇസ്രായേൽ ജനത്തിന് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മോശ ഭയപ്പെട്ടില്ല. ദൈവത്തോട് നിലവിളിക്കുകയാണ്, ഞങ്ങൾ ഇനി എന്തു ചെയ്യണം? ഞങ്ങളുടെ യാത്രയൊക്കെ ബ്ലോക്കായിരിക്കുകയാണ്, ഇനി ഒന്നും ചെയ്യുവാൻ കഴിയാതെ ഇത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന്. ആമേൻ. മോശ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചന മോശയ്ക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ജനത്തിന് എത്ര അടയപ്പെട്ട സാഹചര്യം എന്ന് വിചാരിക്കുമ്പോഴും ദൈവം വഴി തുറന്നു കൊടുക്കുന്നത് അനുഭവിക്കുവാനും അതിലൂടെ യാത്ര ചെയ്യുവാനും അവർക്ക് കഴിയുമെന്നുള്ള ഒരു വലിയ പാഠമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ജനം ഇനി രക്ഷപ്പെടത്തില്ല എന്ന് വിചാരിക്കുമ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, രക്ഷപ്പെടുന്നത് എങ്ങനെ എന്ന്. പ്രാർത്ഥിക്കുന്ന മോശയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ വഴിയിലൂടെ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം മേഘസ്തംഭമായി അവരോട് കൂടെ ഇരിക്കുകയാണ്. രാത്രി അഗ്നിസ്തംഭമായി അവരോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, ദൂതൻ യാത്ര ചെയ്ത് ഇസ്രായേൽ ജനത്തിന്റെ പിന്നിൽ വന്നപ്പോൾ മേഘസ്തംഭം ഇസ്രായേലിന്റെ പിന്നിലേക്ക് കടന്നു വന്നു. എന്തിനെന്നറിയാമോ? മിസ്രയീം സൈന്യം പിന്നാലെ ഓടി വരികയാണ്. ഇസ്രായേൽ ജനത്തിന്റെ അടുക്കൽ എത്താതിരിക്കുവാൻ തക്കവണ്ണം ഇസ്രായേൽ ജനവും മിസ്രയീമ്യരും തമ്മില് ഒരുമിക്കാതെ വണ്ണം, ഒരുമിച്ച് എത്തിച്ചേരാതെ വണ്ണം ഇതിന്റെ നടുവിൽ ഇറങ്ങിയതാണ് ദൈവത്തിന്റെ മേഘസ്തംഭവും ദൂതന്റെ സാന്നിധ്യവും. ഹല്ലേലൂയ. പിശാച് നിന്നെ വീഴ്ത്തിക്കളയുമെന്ന് വിചാരിക്കുമ്പോൾ, പിശാച് നിന്നെ തകർത്തുകളയും, നിന്റെ വഴി അടച്ചുകളയുമെന്ന് വിചാരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരും. നിനക്കും നിന്നെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന പൈശാചിക ശക്തികൾക്കും നടുവിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നിന്നെ തകർക്കുവാനായിട്ട് ഒരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. എത്ര ചെങ്കടൽ വന്നാലും, എത്ര ഫറവോന്റെ സൈന്യം വന്നാലും ദൈവസന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുന്ന ഒരു ദൈവ മകനെ അല്ലെങ്കിൽ മകളെ, ഒരു ദൈവഭക്തനെ നശിപ്പിക്കുവാനായിട്ട് പിശാചിന് കഴിയത്തില്ല. ഹല്ലേലൂയ. അവൻ എത്ര വലിയ തന്ത്രം ഒരുക്കിയാലും, എത്ര വലിയ ചെങ്കടൽ ഒരുക്കിയാലും, എത്ര വലിയ ഫറവോന്റെ സൈന്യത്തെ പിന്നാലെ വിട്ടാലും ദൈവജനത്തെ നശിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. വചനം പറയുന്നത് ഇങ്ങനെയാണ്, മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ഈ ജനത്തെ ഞാൻ എങ്ങനെ നടത്തും? അപ്പൊ ഒരു വഴി കാണിച്ചു തരണം. മിസ്രയീമ്യരുടെ കയ്യാൽ ഇവർ നശിക്കരുത്, ചെങ്കടലിൽ ഇവർ പെട്ടുപോകരുത്. ഹല്ലേലൂയ. ഇവരെ കനാൻ ദേശത്തിൽ എത്തിക്കാമെന്ന് വാക്കുകൊടുത്താണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് ഇവരെ രക്ഷിക്കുവാൻ, ഇവരെ വഴി നടത്തുവാൻ എനിക്ക് വഴി തുറന്നു തരണമേ എന്ന് മോശ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ആ മോശയുടെ നിലവിളിക്കുള്ളിൽ അതിന്റെ മധ്യത്തിൽ വചനം പറയുന്നു, രാത്രിയിൽ ശക്തിയേറിയ ഒരു കിഴക്കൻ കാറ്റ് ദൈവം അടിപ്പിച്ചു. കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലം
ആമേൻ ആക്കി. കടലും ആമേൻ കരയും ആമേൻ അവർക്ക് രണ്ടായിട്ട്, രണ്ട് ഭാഗത്തും ചിറ പോലെ മതിൽ പോലെ നിന്നു എന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നു. വെള്ളം പിൻവാങ്ങി മതിൽ പോലെ നിന്നു രണ്ടു വശത്തും. ശത്രു സൈന്യം ഇവരോട് അടുത്തു വരാതെ ഇവർക്ക് കാവലായി ഇരുവശത്തും ചെങ്കടൽ മതിൽ പോലെ മാറപ്പെട്ടു. നടുക്ക് ഉണങ്ങിയ നിലമായി. ആ ഉണങ്ങിയ നിലത്തിലൂടെ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു. ആമേൻ ഇവർ ചെങ്കടൽ കടന്നു അക്കരയ്ക്ക് പ്രവേശിച്ചപ്പോൾ ആമേൻ വീണ്ടും ഈ ആമേൻ ചിറ പോലെ മാറി നിന്ന, മതിൽ പോലെ പൊങ്ങി നിന്ന വെള്ളം വീണ്ടും ഒരുമിച്ച് വന്നു. ആമേൻ ഇസ്രായേൽ ജനം അക്കരെ എത്തി. മിസ്രയീമ്യ ജനം ഇവരെ പിന്തുടർന്ന് ചെങ്കടലിന്റെ നടുവിലും ആയിപ്പോയി. ഹല്ലേലൂയ. വചനം പറയുന്നു, മിസ്രയീമ്യര് മുഴുവനും ആമേൻ ആ സൈന്യം മുഴുവൻ ആ ചെങ്കടലിൽ മുങ്ങിപ്പോയി. അവരെല്ലാവരും ചത്തു കരയ്ക്ക് അടിഞ്ഞു കിടക്കുന്നതായ കാഴ്ച ഇസ്രായേൽ കാണുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേല്യരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രയീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേല്യർ ഒക്കെയും കാണുകയും ചെയ്തു. യഹോവ മിസ്രയീമ്യരിൽ ചെയ്ത ഈ മഹാപ്രവർത്തി ഇസ്രായേല്യർ കണ്ട് ജനം യഹോവയെ ഭയപ്പെട്ടു. യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു എന്ന വചനം പഠിപ്പിക്കുന്നു. ഈ മഹാ അത്ഭുത പ്രവൃത്തിയെ കണ്ടിട്ട് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഭയം ജനത്തിന്മേൽ വരുവാനായിട്ട് ഇടയായി തീരപ്പെട്ടു. വഴിക്ക് വെച്ച് അവർ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. ഞങ്ങളെ എന്തിനാണ് കൊല്ലുവാൻ വിളിച്ചു കൊണ്ടുവന്നത്? ഞങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ദൈവത്തിന്റെ ശക്തി എവിടെയെന്നൊക്കെ അവർ പിറുപിറുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ വലിയ അത്ഭുതത്തെ കണ്ട്, ഈ വലിയ കാഴ്ചയെ കണ്ട് ദൈവിക ശക്തിയെ അവർ തിരിച്ചറിയുകയും ആമേൻ ദൈവം അവരെ രക്ഷിച്ച വിധങ്ങളെ, മിസ്രയീമിനെ നശിപ്പിച്ചുകൊണ്ട് അവരെ രക്ഷിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തെ ഭയപ്പെടുവാനായിട്ട് ഇടയായി തീരുകയും ചെയ്തു എന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒന്ന് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമോ? ആമേൻ വചനം ഇങ്ങനെയാ പറയുന്നത്, മോശ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടണ്ട. ആമേൻ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയുണ്ടെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് മോശ പറഞ്ഞത് ഭയപ്പെടണ്ട. ഏത് പ്രതികൂലത്തിലൂടെ പോയാലും മോശയ്ക്ക് ആ ദൈവത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് മോശ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട എന്ന്. ഹല്ലേലൂയ. ആമേൻ വചനം ഇങ്ങനെയാണ് പറയുന്നത് മോശയെ കുറിച്ച്. ആമേൻ യഹോവയായ ദൈവം പറയുന്നത്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ആമേൻ ഞാൻ നിന്റെ മേൽ കൃപ കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് അടുത്തറിഞ്ഞ ദൈവം, കൃപ കാണിക്കുന്ന ദൈവം, ആ സാന്നിധ്യത്തെ ആമേൻ അനുഭവിച്ച് അറിഞ്ഞ മോശ പറയുകയാണ്, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ആമേൻ അനുഭവിച്ച ഈ ദൈവത്തെ ആമേൻ പിൻപറ്റുവാനായിട്ട്, ഇസ്രായേൽ ജനത്തെ കനാനിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം മോശയ്ക്ക് ശക്തി പകരുവാനായിട്ട് ഈ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവന് സഹായകമായി. ആമേൻ മോശയോട് കൂടെ ഇസ്രായേൽ ജനത്തിന്റെ ആമേൻ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാനായിട്ട് മോശയുടെ സമർപ്പണം ഇടയായി തീർന്നു എങ്കിൽ നിന്റെ കുടുംബത്തിലെ വ്യക്തികളുടെ ആമേൻ വിടുതലിനായി, മടങ്ങി വരവിനായി, രോഗശാന്തിക്കായി ആമേൻ ഒരുപക്ഷെ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? കുറെ നാളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വ്യാകുലപ്പെടുകയാണോ? ദൈവം ഇന്ന് നിന്നോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ഇറങ്ങി വരുന്നവനായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങൾക്ക് നടുവിൽ, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആമേൻ ദൈവം നിന്നെ വിടുവിക്കുവാനും ശക്തനാണ്. ഏത് മിസ്രയീമ്യ സൈന്യത്തെയും തോൽപ്പിച്ച് യുദ്ധവീരനായ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിന്നെ വിടുവിക്കുവാൻ ആ ദൈവം ശക്തനാണ്. അവൻ നിന്റെ കൂടെ തന്നെയുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ആഗ്രഹിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നീ നിലവിളിക്കുമ്പോൾ ആമേൻ നിന്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണം നിന്റെ പ്രാർത്ഥനയെ കേട്ടുകൊണ്ട് നിനക്ക് മറുപടി നൽകി നിന്നോട് കൂടെ ഇരിക്കുവാൻ ആ ദൈവം നിന്നോട് കൂടെയുണ്ട്. ആമേൻ ആ ദൈവം ആമേൻ അതിന് പ്രാപ്തനാണ്, ആഗ്രഹിക്കുന്ന ദൈവമാണ്. നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ വിടുവിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. ആ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിക്കുവാൻ, പ്രാർത്ഥിക്കുവാനായിട്ട് നിനക്ക് മനസ്സുണ്ടോ? ആമേൻ വചനം ഇങ്ങനെയാ പറയുന്നത്, മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കിയത് കൊണ്ട് മിസ്രയീമ്യർ ഇസ്രായേലിന്റെ പിന്നാലെ ചെന്നു. ആമേൻ കഠിന ഹൃദയന്മാരായതുകൊണ്ടാണ് ഇസ്രായേലിനെ ഉപദ്രവിക്കുവാനായിട്ട് ലക്ഷ്യം വെച്ച് അവരുടെ പിന്നാലെ പോയത്. ഹൃദയം കഠിനപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടോ? ആരോടെങ്കിലുമുള്ള ഈർഷ്യയും കോപവും ഒക്കെ വച്ചു പുലർത്തിയിട്ട് അവരോട് ഹൃദയം കാഠിന്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ആമേൻ കാഠിന്യപ്പെട്ടാൽ ഹൃദയ കാഠിന്യം നാശത്തിന് കാരണമായി തീരും. അവരോട് ക്ഷമിക്കുവാനായിട്ട് നിനക്ക് മനസ്സാകണം. ആമേൻ
ഹൃദയകാഠിന്യത്തെ വിട്ടുകളയുവാനായിട്ട് നിനക്ക് മനസ്സാകണം. ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവഹിതത്തിനൊത്തവണ്ണം നിന്റെ ഹൃദയം രൂപാന്തരപ്പെടണം, നീ മാനസാന്തരപ്പെടണം, നീ ദൈവസന്നിധിയിൽ ദൈവത്തെ അനുഗമിക്കുന്ന വ്യക്തിയായി തീരണം എന്നാണ്. അങ്ങനെ നീ രൂപാന്തരപ്പെടുമ്പോൾ, അങ്ങനെ മാനസാന്തരപ്പെടുമ്പോൾ, അങ്ങനെ ദൈവത്തിന്റെ പിന്നാലെ നീ കടന്നു ചെല്ലുമ്പോൾ ഒരു മിസ്രയീമ്യ സൈന്യവും നിന്റെ അടുക്കൽ വരാതെ ആമേൻ ദൈവം മിസ്രയീമ്യ സൈന്യത്തിനും നിനക്കും ആമേൻ നടുവിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ നടുവിലേക്ക് മേഘസ്തംഭമായി ഇറങ്ങി വന്ന ദൈവം ആമേൻ അവരെ വഴി കാണിക്കുവാൻ അഗ്നിസ്തംഭമായി ആമേൻ ഇരുട്ടിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന ദൈവം നിന്റെ ഏത് ഇരുളിലും, നിന്റെ ഏത് തകർച്ചയിലും, നിന്റെ ഏത് പ്രശ്നത്തിലും, ഏത് പ്രതിസന്ധിയിലും നിനക്ക് വഴി കാണിക്കുവാനായിട്ട് ഇറങ്ങി വരുവാൻ പ്രാപ്തനാണ്. ഈ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് മനസ്സാകുമോ? വചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ. ഇസ്രായേല്യരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ ആമേൻ അവരുടെ പിന്നിൽ നിന്ന് മാറിയപ്പോൾ മേഘസ്തംഭവും മാറിപ്പോയി. അപ്പം നിന്റെ അടുക്കിലേക്ക് മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി ദൈവം ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ ദൂതനെ അയച്ച് നിന്നെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ആമേൻ നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീരപ്പെടും. ഏത് പ്രശ്നത്തിൻ്റെ നടുവിലായാലും ഒരു ദൈവ സാന്നിധ്യം നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ പ്രശ്നത്തിന് വിടുതൽ, അവിടെ നിന്ന് പുറത്തേക്ക് വരാനുള്ള വഴി ആമേൻ അത് തെളിയപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. വചനം ഇങ്ങനെ പറയുന്നു, ഇസ്രായേലിന്റെ അടുക്കലേക്കും ഇസ്രായേലിയ സൈന്യം അടുത്തു വരാതിരിക്കുവാനാണ് ദൈവസാന്നിധ്യം അവരുടെ നടുവിൽ നിന്നത്. മേഘസ്തംഭം അവരുടെ നടുവിൽ ഇറങ്ങിയത് അവൻ ഒരിക്കലും ഇസ്രായേലിനെ തൊടുവാനായിട്ട് അനുവദിക്കാതെ ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി നിന്നത് അമേൻ ദൈവ ജനത്തെ വിടുവിക്കുവാനാണ്. അപ്പൊ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ വിചാരിക്കും അമേൻ പൈശാചികമായ പ്രതികൂലങ്ങൾ നിന്നെ തകർത്ത് കളയും, അല്ലെങ്കിൽ രോഗം നിന്നെ തകർത്ത് കളയും, ഈ കടഭാരത്തിൽ നീ തകർന്നു പോകും. ഇങ്ങനെ പലവിധമായ പ്രശ്നങ്ങളെ ഓർത്ത് നീ ഭാരപ്പെട്ട് ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല എന്ന് നീ ചിന്തിക്കുമ്പോൾ, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ദയുള്ള ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണോ? നിന്റെ അടുക്കലേക്ക് ദുഷ്ടന്റെ സാന്നിധ്യം നിന്നെ തൊടാതെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്ന നിനക്ക് ആമേൻ പിശാചിന്റെ ശക്തിക്കും നടുവിൽ നിൽക്കും. ഹല്ലേലൂയ. നിന്നെ തൊടുവാനായിട്ട് അനുവദിക്കാതെ നിന്നെ കോട്ട കെട്ടി സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമാണ് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീരുന്നത്. വിശ്വാസത്തോടെ ഉറച്ചു നിന്നുകൊണ്ട് ഭയപ്പെടാതെ ധൈര്യപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടോ? നിന്റെ ഏത് പ്രശ്നവും മാറിപ്പോകും, ഒന്നും നിന്നെ തൊടത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിനക്കും ആമേൻ ശത്രുവിന്റെ പദ്ധതികൾക്ക് നടുവിൽ ആമേൻ ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീരപ്പെടും. ആ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ശത്രു വിട്ട് ഓടിപ്പോകും, അവൻ നശിച്ചു പോകും. അവൻ ശത്രുവിന്റെ സകല സൈന്യവും ചത്തടിയുവാനായിട്ട് കാരണമായി തീരപ്പെടും. ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കാമോ? ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാമോ? ആ സാന്നിധ്യത്തിനായി ആഗ്രഹിക്കാമോ? കൂടെ വരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിന് കൂടെ വരുവാനുള്ള സാഹചര്യം നിന്റെ ജീവിതം കൊണ്ട് നീ ഒരുക്കി കൊടുക്കുവാനായിട്ട് തയ്യാറാകുമോ? ആമേൻ. ദൈവഹിതമുള്ള വഴിയിലൂടെ നീ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തിന് നിന്റെ കൂടെ യാത്ര ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നീ കടന്നു പോകുമ്പോൾ കൂടെ വരണമെന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ വരത്തില്ല. ആമേൻ. അതുകൊണ്ട് തന്നെ നിന്റെ വഴികളെ നീ ശുദ്ധീകരിക്കണം, നിന്റെ യാത്രകളെ നീ ചൊവ്വുള്ളതാക്കണം, നേരെയുള്ളതാക്കണം, ദൈവഹിതമുള്ളതാക്കണം. അപ്പോൾ ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ വരും. ഒരു ശത്രുവിന്റെ ശക്തിയും നിന്നെ തൊടാതെ ആമേൻ ദൈവം നിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തെ അനുഭവിക്കുവാനായിട്ട് നിനക്ക് മനസ്സുണ്ടോ? ആമേൻ. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ആമേൻ അനുഭവിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ ദൈവസന്നിധിയിൽ ഒന്ന് പറയുവാനായിട്ട് കഴിയുമോ? കർത്താവേ, എന്നെ വിടുവിക്കുവാനായിട്ട് നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇറങ്ങി വരണമേ. ആമേൻ. ഏത് അന്ധകാരത്തിലൂടെ യാത്ര ചെയ്താലും ആമേൻ അഗ്നിസ്തംഭമായി വെളിപ്പെടുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടല്ലോ. ശത്രു അടുത്തു വന്നു എന്ന് വിചാരിക്കുമ്പോൾ ആമേൻ ശത്രുവിന്റെ നടുവിൽ നിന്ന് ആമേൻ എനിക്ക് മതിലായി നിൽക്കുന്ന ഒരു മേഘസ്തംഭമുണ്ടല്ലോ. ആമേൻ. ആ സാന്നിധ്യം എന്നോട് കൂടെ വരണമേ എന്ന് ഒന്ന് ആമേൻ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ. ഫറവോന്റെ സൈന്യങ്ങളും രഥങ്ങളും എല്ലാം ചെങ്കടലിൽ മുങ്ങിപ്പോയപ്പോൾ ആമേൻ ചെങ്കടലിന് അപ്പുറത്തേക്ക് ഇസ്രായേൽ ജനത്തെ എത്തിക്കുവാൻ ഒരു ദൈവ സാന്നിധ്യം കാവലായി ഉണ്ടായിരുന്നു, കൂട്ടായി ഉണ്ടായിരുന്നു. ആമേൻ. നിന്റെ ഏത് പ്രശ്നത്തിന്റെ നടുവിലും ആമേൻ നിന്നെ കരം പിടിച്ച് നടത്തുവാൻ, സുരക്ഷിതമായി നിന്നെ ചെങ്കടൽ കടത്തുവാൻ, അക്കരെ എത്തിക്കുവാൻ ഒരു ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ദൈവസന്നിധിയിൽ ആമേൻ വിശ്വാസത്തോടുകൂടെ ഉറച്ചു നിൽക്കുന്ന, ഭയപ്പെടാതെ ദൈവത്തിൽ ധൈര്യപ്പെടുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്നോട് കൂടെ നിന്നെ രക്ഷിക്കുവാനായിട്ട് ആ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ആമേൻ. ഇസ്രായേൽ ജനത്തെ
വഴി നടത്തിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, പൈശാചികമായ സകല ശക്തികളെയും തകർത്തുകൊണ്ട് നിങ്ങൾക്ക് നടുവിൽ ഇറങ്ങി നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ആ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ പ്രശ്നങ്ങൾ വലുതായിരിക്കുന്നു, എന്നെ തകർക്കുവാൻ ശത്രു ഒരുക്കുന്ന പദ്ധതികൾ വലുതായിരിക്കുന്നു. പക്ഷേ ശത്രു എൻ്റെ അടുക്കൽ വരാതെ വണ്ണം അങ്ങൻ്റെ നടുവിൽ ഇറങ്ങി വരണമേ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ അടുത്ത് അമ്മൻ ഇറങ്ങി വരണമേ എന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. നിന്നെ തകർത്ത് കളയുമെന്ന് പറയുന്നത് നിന്റെ ഏത് പ്രശ്നമായാലും അതിന് വിടുതലായി നിന്റെ കൂടെ ഇറങ്ങി വരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അങ്ങനെ വിടുവിച്ച ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കിയപ്പോൾ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലെ മോശയും ഇസ്രായേൽ മക്കളും ദൈവത്തിന് നന്ദി ചൊല്ലുകയാണ്, സങ്കീർത്തനം പാടുകയാണ്. ആമേൻ. ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച് ഘോഷിച്ചുകൊണ്ട്, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആമേൻ ദൈവത്തിന് വലിയൊരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രയാഗം അർപ്പിച്ച് ദൈവത്തിന് സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങളിൽ ദൈവം നിനക്ക് മറുപടിയുമായി ഇറങ്ങി വരും. നന്ദി അർപ്പിക്കുവാൻ ദൈവം നിനക്ക് സാഹചര്യങ്ങളെ ഒരുക്കി നൽകും. ദൈവ സാന്നിധ്യത്തോട് കൂടെ ഇരുന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവം തന്ന അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുത്ത് ആ സാന്നിധ്യത്തോട് ചേർന്ന് നടക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് അപ്രകാരം നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആമേൻ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിശ്ചയമായി നിത്യതയിലേക്ക് ദൈവം നിന്നെ കരം പിടിച്ചു നടത്തും. ഈ മോശയുടെ ജീവിതം നാം പഠിക്കുമ്പോൾ അവൻ പ്രാപ്തനായിരുന്നത് കൊണ്ടല്ല, ദൈവം അവനെ പ്രാപ്തനാക്കിയതാണ്. ഈ സാന്നിധ്യം ആഗ്രഹിക്കുവാനും ദൈവത്തെ അറിയുവാനും തക്കവണ്ണം ദൈവം അവനോട് ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം അവൻ തികഞ്ഞവനായതുകൊണ്ടല്ല, പിന്നെയോ ദൈവം അവനെ വേർതിരിച്ചുപയോഗിച്ചത് കൊണ്ടാണ്. ഇന്ന് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ നന്മ പ്രവൃത്തി കൊണ്ടല്ല, നമ്മൾ തികഞ്ഞവരായതുകൊണ്ടല്ല, ദൈവസ്നേഹം കൊണ്ട്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദയ കൊണ്ട് അവൻ നമ്മെ വീണ്ടെടുത്ത് അവൻ്റെ സന്നിധിയിൽ നമ്മെ ആക്കിയിരിക്കുമ്പോൾ പാപത്തിൻ്റെ പിന്നാലെ പോകാതെ ആ ദൈവത്തിൻ്റെ പിന്നാലെ അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പിൻപറ്റുവാനായിട്ട് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ആമേൻ. മോശ ദൈവഹിതമില്ലാത്ത വഴിയിലൂടെ യാത്ര ചെയ്തു. ഒന്നിനും കുറവില്ലാത്ത സാഹചര്യത്തിൽ അവൻ ഒരു ഫറവോന്റെ ഭവനത്തിൽ വളർന്നു. പക്ഷേ ദൈവസ്നേഹം അവൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ, സ്വന്തം ജനത്തെ രക്ഷിക്കുവാനുള്ളൊരു താല്പര്യം അവൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ നിയോഗം അവൻ പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരപ്പെട്ടു. എപ്പോഴാണോ നമ്മുടെ ഭവനത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നത്, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത്, വ്യക്തികളുടെ വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ നാം എപ്പോൾ ആഗ്രഹിക്കുമോ അപ്പോൾ ദൈവനിയോഗം നമ്മുടെ മേൽ കടന്നു വരികയും നമ്മളെ ദൈവം അതിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ആമേൻ. മോശ തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ ആഗ്രഹിച്ചു, തൻ്റെ ജനത്തിന് വേണ്ടി ന്യായം വിധിക്കുവാൻ ആഗ്രഹിച്ചു. എബ്രായർ തമ്മിൽ അടികൂടുന്നത് കണ്ടപ്പോൾ അവിടെ ഇടപെടുവാനും അവരുടെ ഇടയിൽ ന്യായാധിപനായിട്ട് നിൽക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവരെല്ലാവരും കൂടെ മോശയെ പുറത്താക്കി കളഞ്ഞു. മിസ്രയീമിനെ അടിച്ചു കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലുവാനാണോ നീ ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നതെന്ന് മോശയോട് അവർ ചോദിക്കുകയാണ്. അവിടെ നിന്ന് അവൻ ഓടിപ്പോയി ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് അവൻ മുൾപ്പടർപ്പ് ഉള്ള ഭാഗത്തേക്ക്, ആടുകളെ മേയ്ക്കുവാനായിട്ട് പച്ചപ്പുള്ള ഭാഗത്തേക്ക് അവൻ കടന്നു വരുമ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച ഹോരേബ് പർവ്വതത്തിൽ അവൻ കാണുകയാണ്. മുൾപ്പടർപ്പിൽ തീ ആളിക്കത്തുന്നു, പക്ഷേ മുൾപ്പടർപ്പ് വെന്തു പോകാതെ പച്ചയായി തന്നെ നിൽക്കുന്നു. ആമേൻ. വളരെയധികം അസ്വാഭാവികമായ ഈ കാഴ്ചയെ കണ്ടിട്ട്, പ്രകൃതിക്ക് വിരുദ്ധമായ ആ കാഴ്ചയെ കണ്ടിട്ട് ആമേൻ അവൻ ഓടി അതെന്തെന്ന് കാണുവാനായിട്ട് മുൾപ്പടർപ്പിന്റെ അടുക്കൽ വരികയാണ്. ചില അസ്വാഭാവികമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ചിലത് അസ്വാഭാവികമായി സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ഇതെന്റെ കൃപ കൊണ്ടല്ല, ഇത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ധനം കൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, എൻ്റെ ആൾബലം കൊണ്ടല്ല, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് ചിലതിനെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. മോശ ദൈവ സാന്നിധ്യം കണ്ടപ്പോൾ, അസ്വാഭാവികമായ ആ പ്രവൃത്തി കണ്ടപ്പോൾ അതെന്തെന്ന് അറിയുവാനായിട്ട് ഓടി വന്നു. ഓടി മുൾപ്പടർപ്പിന്റെ അടുക്കലെത്തിയ മോശയ്ക്ക് ദൈവത്തിന്റെ വചനത്തെ കേൾക്കുവാൻ കഴിഞ്ഞു. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക എന്ന ദൈവം അവനോട് സംസാരിക്കുന്നത് അവന് കേൾക്കുവാൻ കഴിഞ്ഞു. എപ്പോഴാണ് ദൈവത്തോട് അടുത്തു വരുവാനുള്ളൊരു മനസ്സുണ്ടായപ്പോഴാണ്
ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുവാൻ, ദൈവത്തിൻ്റെ നിയോഗം പ്രാപിക്കുവാൻ മോശയ്ക്കിടയായത്. അങ്ങനെ നിയോഗം പ്രാപിച്ചത് കൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ ചെങ്കടലിലൂടെ വഴി നടത്തി കനാനിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് മോശയ്ക്ക് വരുവാനായിട്ട് കഴിഞ്ഞത്. ആ മോശയെയാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന്. അപ്പോൾ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ദൈവജനമാണോ? ദൈവത്തോട് അടുത്തു വരണം. ദൈവിക നിയോഗങ്ങളെ തിരിച്ചറിയുകയും ഏറ്റെടുക്കുകയും ചെയ്യണം. ദൈവ സാന്നിധ്യത്തെ കൊതിച്ചുകൊണ്ട് ദൈവത്തെ പിൻപറ്റുവാനായിട്ട് ആഗ്രഹമുള്ളവരായിരിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. അപ്പോഴാണ് ഏത് ചെങ്കടലിനെയും ഭാഗിച്ചുകൊണ്ട് നമ്മെ വിജയകരമായി അപ്പുറത്തേക്ക് നടത്തുവാൻ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കുന്നത്. ഈ സാന്നിധ്യത്തെ ആഗ്രഹിക്കാമോ? ഈ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കാമോ? ദൈവസന്നിധിയിൽ ഈ ദൈവിക സാന്നിധ്യം വഴി നടത്തുവാനായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ? ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, അപ്പാ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല തിരുവെഴുത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്നത് കൊണ്ട് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ചെങ്കടൽ അവർക്ക് മുന്നിൽ രണ്ടായി മാറി. അമേൻ. അവർ സുരക്ഷിതമായി ഫറവോന്റെ സൈന്യം ആക്രമിക്കുവാൻ കടന്നു വന്നപ്പോൾ അവരുടെ കയ്യിൽപ്പെടാതെ സുരക്ഷിതമായി ചെങ്കടൽ പിളർന്ന ദൈവം അവരെ മറുകരയിലെത്തിച്ചു എങ്കിൽ ഇവർ കടന്നു പോകുന്ന ചെങ്കടൽ പോലെയുള്ള മരുഭൂമി പോലെയുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവേ, ദൈവ സാന്നിധ്യത്തിൽ ഇവർ യാത്ര ചെയ്യുവാനും സുരക്ഷിതമായി ഇവർ അവരുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും തക്കവണ്ണം ദൈവാത്മാവ് ഇവർ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് ദൈവിക വചനങ്ങളെ അനുസരിച്ച് പിൻപറ്റുവാനുള്ള നല്ലൊരു ഹൃദയം ദൈവം ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങേക്ക് കൃപ തോന്നുന്നവരായി ഇവർ തീരട്ടെ. അങ്ങ് അടുത്തറിയുന്നവരായി ഇവർ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോശയ്ക്ക് ദൈവം കൃപ കൊടുത്തതുപോലെ, മോശയെ ദൈവം അടുത്തറിഞ്ഞതുപോലെ ഈ ജനം അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇവരെ അടുത്തറിയുവാൻ, ഇവരോട് കൃപ തോന്നുവാൻ തക്കവണ്ണം കാരണമായി തീരേണ്ടതിന് ഇവർ ദൈവ സാന്നിധ്യത്തിൽ തന്നെ യാത്ര ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രശ്നങ്ങൾ മാറട്ടെ, ഇവരുടെ പ്രതികൂലങ്ങൾ തകർന്നു പോകട്ടെ, പിശാച് ഇവർക്ക് എതിരായി ഒരുക്കുന്ന സകല കെണികളും അത് പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ സകലതും അതിജീവിച്ച് പുറത്തേക്ക് വരുവാൻ ഇവരെ ദൈവം സഹായിക്കണമേ. ഇവരുടെ യാത്രകൾ, ഇവരുടെ പ്രവൃത്തികൾ എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. ദൈവ സാന്നിധ്യം ഇവർക്ക് മുന്നായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ വഴി കാണിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഇവരോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നു പോകാതെ, ജീവിത സാഹചര്യങ്ങളിൽ പെട്ടുഴലാതെ ദൈവത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത് ജീവിതത്തിൽ വിജയം വരിക്കുവാൻ അങ്ങയുടെ ജനത്തെ അങ്ങ് സഹായിക്കണം. അവിടുത്തെ കരങ്ങളിലേക്ക് അതിനായി ഈ ജനത്തെ ഏൽപ്പിച്ച് യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മ പ്രാപിക്കട്ടെ, ദൈവകൃപ പ്രാപിക്കട്ടെ, ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.